ഹലോ സ്റ്റുഡൻറ്റ്, വെൽക്കം ടു അവർ ന്യൂ ടോപ്പിക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആണ്. നിങ്ങളിത് ഓൾറെഡി യൂട്യൂബ് ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ നമ്മുടെ വീഡിയോസ്. എങ്കിലും കുഴപ്പമില്ല, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അതിൽ പറയാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഡേറ്റ, എന്താണ് ഇൻഫർമേഷൻ? ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഡേറ്റ ഈസ് റോ ഫാക്റ്റ്. വെൻ ഡേറ്റ ഈസ് പ്രോസസ്ഡ് ഇറ്റ് ബിക്കം ഇൻഫർമേഷൻ. ഡേറ്റ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ റെലവൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലേ, എന്താണ് ഡേറ്റാസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, അതിനെ ഇൻഫർമേഷനാക്കി മാറ്റാറുണ്ട്, അങ്ങനെ കുറേ പ്രോസസ് നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെന്താണ് എന്ന് കൃത്യമായിട്ട് അറിയുന്നില്ല. അതാണ് സത്യം. ഇവിടെ നോക്കിക്കോളൂ, ഡേറ്റ എന്ന് പറയുന്ന ഒരു റോ ഫാക്റ്റ് ആണ്. റോ ഫാക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഫ്രഷ് ആയിട്ട് പ്രൈമറി ആയിട്ട് കിട്ടുന്നതാണ് ഡേറ്റ എന്ന് പറയുന്നത്. അത് ഒരു രീതിയിലും മാറ്റം വരുത്താത്ത, നമുക്ക് എന്താണ് അൺഓർഗനൈസ്ഡ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്, ഓർഗനൈസ് ഒന്നും ചെയ്യാതെ, അറേഞ്ച് ഒന്നും ചെയ്യാതെ വെറുതെ കിട്ടിയിട്ടുള്ള കുറച്ച് ഡേറ്റാസ്, കുറച്ച് കളക്ഷൻസിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത് അല്ലേ. അതിനെ പ്രോസസ്സ് ചെയ്ത് ഒരു രൂപത്തിലാക്കി എടുക്കുമ്പോഴേക്കും അതെന്തായിട്ട് മാറുന്നു? ഒരു ഇൻഫർമേഷനായിട്ട് മാറുന്നു. അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഒരു ഡേറ്റ ആക്കി മാറ്റി കഴിയുമ്പോൾ അതെന്താണ്? ഇൻഫർമേഷനാണ്. ഇവിടെ നോക്കിക്കോളൂ, 2 ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഡേറ്റ ഈസ് റോ അൺഓർഗനൈസ്ഡ് ഫാക്റ്റ് ദാറ്റ് ഹാവ് നോ മീനിങ് ബൈ ദംസെൽഫ്. ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അൺഓർഗനൈസ് ആയിട്ടുള്ള ഒരു ഫാക്റ്റ് ആണല്ലേ. അത് റോ ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു മീനിങ്ങും ഇല്ല. മീനിങ് ഒന്നും ഇല്ലാത്ത ചുമ്മാ കിടക്കുന്ന കുറേ ഡേറ്റാസ് ആണ്, കുറച്ച് റോ ആയിട്ട് കിടക്കുന്ന ഫാക്റ്റ് ആണ്. അതിനെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ, പ്രോസസ്സ് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ അതൊരു മീനിങ് ഫുള്ളായിട്ടുള്ള, മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻഫർമേഷനായിട്ട് മാറും. ഇതാണ് എന്തെന്ന് പറയുന്നത് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇവിടെ സ്റ്റേജസ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഡേറ്റ ട്രാൻസ്ഫർ ആയി അതൊരു ഇൻഫർമേഷനായിട്ട് മാറി. അതെങ്ങനെയാണ് യൂസ്ഫുൾ ആയിട്ട് മാറുന്നത്, അതുവരെയുള്ള ഒരു സ്റ്റേജ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. നോക്കാം. ഇവിടെ നോക്കിക്കോളൂ, ആ സ്റ്റേജസ് ഏതൊക്കെയാണ്. ഒന്നാമത്തത് ഡേറ്റ. നമ്മൾ പറഞ്ഞു ഒരു റോ ഫാക്റ്റ് ആണല്ലേ. അത് നമ്മുടെ കയ്യിൽ ഒരു മീനിങ് ഇല്ലാത്ത ഒരു റോ ഡേറ്റ ആയിരിക്കും കിട്ടുന്നത്. നിങ്ങൾ ഈ വോയിസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ശബ്ദങ്ങളൊന്നും പരിഗണിക്കേണ്ട. കാരണം ഇതിന് ചുറ്റും, വീടിന് ചുറ്റും ഇപ്പോൾ എന്തൊക്കെയോ പണികൾ നടക്കുന്നുണ്ട്, കാക്കകൾ വിളിക്കുന്നുണ്ട്, കോഴി കൂകുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. നിങ്ങൾ പഠിക്കാനാണ് ഇരിക്കുന്നത്. എൻ്റെ വോയിസ് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ. മറ്റ് ഡിസ്റ്റർബൻസൊക്കെ ഒന്ന് ക്ഷമിക്കുക. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുക കേട്ടോ. ഞാൻ മാക്സിമം ഉറക്കെയാണ് പറയാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് ശബ്ദങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഡേറ്റ എന്ന് വെച്ചാൽ എന്താണ്? റോ ഫാക്റ്റ് ആണ്. മീനിങ് ലെസ് ആയിട്ട് നിൽക്കുന്ന എന്താണ്, റോ ആയിട്ടുള്ള ഫാക്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡേറ്റ എന്ന് പറയുന്നത് അല്ലേ. അതിനെ നമ്മൾ എന്താക്കി പ്രോസസ്സാക്കി മാറ്റുമ്പോഴേക്കും അതെന്ത് ചെയ്യും? ഇൻഫർമേഷനാവും. ഒരു ഡേറ്റ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് അതെന്താണ്? ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷനായിട്ട് മാറും. ഈ ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യും? ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കും. അതപ്പോൾ ഒരു നോളജായി മാറും. അതിനുശേഷം അത് ഇൻ്റലിജൻസ് എന്ന സ്റ്റേജിലാണ് നിൽക്കുന്നത്. പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ നോളജിനെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഇൻ്റലിജൻസ് ആയിട്ട് മാറും. എന്നിട്ട് എന്താണ്? അത് റിയൽ ലൈഫിൽ അപ്ലിക്കബിൾ ആകുമ്പോഴേക്കും അതൊരു വിസ്ഡമായി മാറുകയാണ്. അപ്പോൾ ഇതാണ് 5 സ്റ്റേജസ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. ഒന്നാമത്തത് ഡേറ്റ, രണ്ടാമത്തത് ഇൻഫർമേഷൻ, മൂന്നാമത്തത് നോളജ്, നാലാമത്തത് ഇൻ്റലിജൻസ്, അഞ്ചാമത്തത് വിസ്ഡം. നമ്മൾ നേരത്തെ കണ്ട ആ സ്റ്റേജസ് തന്നെയാണ് ഇവിടെ അതേപടി കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് മാറ്റമില്ല. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. റോ ഫാക്റ്റ് ആണ് ഡേറ്റ. പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റേനെ ഇൻഫർമേഷനായി മാറും. ആ ഇൻഫർമേഷൻ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നോളജാണ്. ആ നോളജിനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്താണ്? അത് റിയൽ ലൈഫിലേക്ക് നമ്മൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യണം. ഒരു ബെസ്റ്റ് ഡിസിഷനാക്കി മാറ്റുകയാണെങ്കിൽ അത് വിസ്ഡമാണ്. അടുത്തത് ഡേറ്റയും ഇൻഫർമേഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. അപ്പോൾ നോക്കിയുള്ളൂ, ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ തമ്മിലുള്ള ഡിഫറൻസ്. പോയിൻ്റ് ഡേറ്റ ഇൻഫർമേഷൻ. ഒന്നാമത്തത് മീനിങ് ആണ്. ഡേറ്റയുടെ മീനിങ് എന്ന് പറയുമ്പോൾ റോ ഫാക്റ്റ് ആണ്. ഇൻഫർമേഷൻ ഒരു പ്രോസസ്ഡ് ഡേറ്റയാണ്. നേച്ചർ എന്താണ്? ഡേറ്റ എന്ന് പറയുന്നത് അൺഓർഗനൈസ്ഡ് ആയിട്ട് കിടക്കുന്നതാണ് അല്ലേ. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസ്ഡ് സ്ട്രക്ചറിൽ കിടക്കുന്നതാണ് ഇൻഫർമേഷൻ. അടുത്ത മീനിങ് വരുമ്പോൾ ഡേറ്റ ഇൻകംപ്ലീറ്റ് ആണ്. പക്ഷേ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുമ്മാ കിടക്കുന്ന 2-3 നമ്പർ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. അതിന് ഒരു മീനിങ്ങും ഇല്ല. പക്ഷേ ഇവിടെ അറേഞ്ച് ചെയ്ത് എന്താണ്, അതൊരു ആവറേജ് ആണ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതൊരു ഇൻഫർമേഷൻ, നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ്. ആവറേജ് ആണ് 87.5. അതൊരു ഇൻഫർമേഷനാണ്. റോൾ എന്താണ്? ഡേറ്റ എന്ന് പറയുന്നത് ഇൻപുട്ട് ഫോർ പ്രോസസ്സിങ്. നമ്മൾ പ്രോസസ്സിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഇൻപുട്ടാണ് ഡേറ്റ. നമുക്ക് തിരിച്ച് കിട്ടുന്ന ഔട്ട്പുട്ട്, ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്.
ഇവിടെ നോക്കിയോളൂ. അത് കഴിഞ്ഞ് റോൾ ഓഫ് കമ്പ്യൂട്ടർ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, പ്രോസസ് ഡേറ്റ ക്വിക്ക്ലി, പെർഫോം ആക്യുറേറ്റ് കാൽക്കുലേഷൻ, ഓർഗനൈസ് ഇൻഫർമേഷൻ, ജനറേറ്റ് റിപ്പോർട്ട്, സപ്പോർട്ട് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഇമ്പോർട്ടൻസ്, ഹെൽപ്സ് ഇൻ ബെറ്റർ ഡിസിഷൻ മേക്കിംഗ്, സേവ് ടൈം ആൻഡ് എഫേർട്ട്, ഇംപ്രൂവ് ആക്യുറസി, എസെൻഷ്യൽ ഫോർ AI ആൻഡ് ഇന്നോവേഷൻ, യൂസ്ഫുൾ ഇൻ ഓൾ ഫീൽഡ്. സമ്മറി കൊടുത്തിട്ടുണ്ട്. ഡേറ്റ എന്താണ്, ഇൻഫർമേഷൻ എന്താണെന്നുള്ള ചെറിയൊരു സമ്മറി. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ ചെറുതാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ റിയൽ ലൈഫ് എക്സാമ്പിൾ വെച്ച് നോക്കുമ്പോൾ ഡേറ്റ കണ്ടില്ലേ, ഡേറ്റ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്പറാണ്, അതിൻ്റെ ഒരു ആവറേജ് എടുക്കുമ്പോൾ ഇൻഫർമേഷനായി. അത് നമ്മളത് മാത്സ് സ്ട്രോങ്, സയൻസ് നീഡ് ഇമ്പ്രൂവ്മെൻറ്റ്, നോളജ് ആണ്. ഇൻ്റലിജൻസ് വെച്ചാൽ ടൈം സ്പെൻഡ് ചെയ്യുക ഫോർ സ്റ്റഡിങ്, അത് ഇൻ്റലിജൻസ് ആണ്. ഫോളോ സ്റ്റഡി പ്ലാൻ, പ്രാക്ടീസ് ഡെയിലി, അതെന്താണ്, വിസ്ഡമാണ്. ഒരു ജസ്റ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളായിട്ട് തന്നേക്കുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് എന്താണ് നമ്മുടെ ടോപ്പിക്ക് മാത്രം ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇത് ജസ്റ്റ് വായിച്ച് നോക്കി നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് നമ്മുടെ ടോപ്പിക്ക് പഠിക്കുക എന്നുള്ളതാണ്. കാണാതെ പഠിക്കണം, പക്ഷേ അതൊരിക്കലും കാണാപ്പാഠമാവരുത്.